ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് പറയാം. വളരെയധികം സന്തോഷം ഇന്ന് ക്രിയേറ്റീവ് റൈറ്റിംഗ് ക്ലബിൻ്റെ ഇനോഗ്രേഷൻ്റെ ഭാഗമാകാൻ പറ്റി. ആൻഡ് ഇന്ന് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ കഴിഞ്ഞ 4 കൊല്ലം 2022 തൊട്ട് കാത്തിരുന്നൊരു ഡേ ആണ് ടുഡേ. അതായത് വിനായക ബുദ്ധ എന്നുള്ളൊരു സിനിമ റിലീസ് ആവുന്നതിൻ്റെ തലേ ദിവസം, പ്രീവിയസ് ഡേ. അപ്പോൾ അതിവിടെ എന്താ പറയുക, ഇവിടെ വരാൻ പറ്റി, നിങ്ങൾക്ക് കാണാൻ പറ്റി, സിനിമയുടെ വിശേഷങ്ങൾ പറയാൻ പറ്റുന്നു. വളരെയധികം സന്തോഷം. നാളെ ഇതുകൊണ്ട് ചേട്ടൻ എഴുതിയ വിനായക ബുദ്ധ സിനിമയാവുകയാണ്. നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ്. നിങ്ങളെല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി വിനായക ബുദ്ധ കാണണം. ബിക്കോസ് ഇതിൻ്റെ ഒരു ഫുൾ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഏതൊരു സിനിമയും കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ബട്ട് വിനായക ബുദ്ധയുടെ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് വളരെ രസമാണ്. അത് ഞാൻ ഗ്യാരണ്ടി വരുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നേരത്തെ പറഞ്ഞതുപോലെ സച്ചി ചേട്ടൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു വിനായക ബുദ്ധ. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പോൾ ആ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് നാളെ തിയേറ്റേഴ്സിലെത്തുന്നത്. ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രം ചൈതന്യം എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. അതിപ്പോൾ ബുക്ക് വായിച്ച ആൾക്കാർക്ക് ഏതാ കഥാപാത്രം എന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ആദ്യം ഈ കഥ വായിക്കുമ്പോൾ, ചേട്ടൻ എഴുതി വിനായക ബുദ്ധ വായിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ പറ്റിയില്ല ഈ സ്റ്റോറി, കഥാപാത്രം ഞാനാണ് ഇതിനൊരു രൂപവും ശബ്ദവും കൊടുക്കാൻ പോകുന്നത്. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥയും കൂടിയാണ്. അത് ചേട്ടൻ്റെ ഏത് കഥ എടുത്താലും ഭയങ്കര പെക്യുലർ ആയ ക്യാരക്ടേഴ്സ്, ഭയങ്കര റൂട്ടഡ് ആയ, ഭയങ്കര കോംപ്ലെക്സ് ഹ്യൂമൻ ഇമോഷൻസ് സംസാരിക്കുന്ന കഥകളാണ്. അതുപോലെ തന്നെ വിനായക ബുദ്ധയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ളൊരു പറയുമ്പോൾ ഇപ്പോൾ ചേട്ടൻ നേരത്തെ 2 വരിയിലും പറഞ്ഞു